ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഹരിതഭവനം പദ്ധതിയിൽ 10,000 ഹരിതഭവനങ്ങൾ പൂർത്തിയായി. 10,000 ഹരിതഭവനങ്ങളുടെ പ്രഖ്യാപനം കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. ഇനിയുള്ള കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നാണ്. സംസ്ഥാന ഗവൺമെന്റ് ആ മുദ്രാവാക്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാലിന്യമുക്ത നവകേരളം എന്നുള്ള സന്ദേശം കേരളത്തിലാകെ ഉയർത്തുന്നത്. അതിന്റെ ഭാഗമായി എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും മാലിന്യമുക്തമാക്കുന്നതിനാവശ്യമായ ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മഹനീയമായ ഒരു പങ്കാണ് ഏറ്റവും പ്രിയപ്പെട്ട ശോഭീന്ദ്രൻ മാഷിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും വിദ്യാഭ്യാസ വകുപ്പും നിറവും ചേർന്ന് ഹരിതഭവനങ്ങൾ എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. കൂടുതൽ ഹരിതഭവനങ്ങൾ തീർത്ത 1ാം സ്ഥാനം നേടിയ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂൾ, 2ാം സ്ഥാനം നേടിയ തിരുവമ്പാടി ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, 3ാം സ്ഥാനം നേടിയ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതഭവനം സ്കൂൾ കോർഡിനേറ്ററായ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിലെ പാർവതി രാധാകൃഷ്ണനുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ അധ്യക്ഷനായി. പ്രൊഫസർ ശോഭീന്ദ്രൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ പദ്ധതി വിശദീകരിച്ചു. സെക്രട്ടറി ZA സൽമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ഹരിതഭവനം സമിതിക്കുള്ള ഔഷധ വൃക്ഷത്തൈകൾ KK ബിനീഷ് കുമാർ PTA പ്രതിനിധി സത്താർ പുറായലിന് കൈമാറി. A ദീക്ഷിത് പ്രതിജ്ഞ ചൊല്ലി. സരസ്വതി ബിജു പരിസ്ഥിതി കവിത അവതരിപ്പിച്ചു. 2 മാസങ്ങൾ കൊണ്ടാണ് 10,000 ഹരിതഭവനങ്ങൾ തീർത്തത്.